അമീബിക് മസ്തിഷ്ക ജ്വരം ഒരുപക്ഷെ ഇന്ന് മലയാളികളുടെ പേടി സ്വപ്നമായി മാറിയ ഒരു രോഗമെന്ന് തന്നെ പറയാം. കേരളത്തിലെ ജനങ്ങളെ അമീബിക് മസ്തിഷ്ക ജ്വരം ഇത്രയധികം ഭയപ്പെടുത്താൻ കാരണം അതിന്റെ മരണസാധ്യത തന്നെയാണ്. തലച്ചോറിനുണ്ടാകുന്ന നീർക്കെട്ടാണ് ഈ അസുഖം പിടിപെട്ടാൽ മരണം വേഗത്തിൽ സംഭവിക്കാനുള്ള പ്രധാന കാരണം. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? ഇതെങ്ങനെയെല്ലാം മനുഷ്യനെ ബാധിക്കുന്നു? എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അമീബിക് മെനിഞ്ചൈറ്റിസ് ശാസ്ത്രീയമായി പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്നറിയപ്പെടുന്ന ഒരു മാരക രോഗമാണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ തലച്ചോറിനെയും നാഡീവ്യവസ്ഥയെയും ഗുരുതരമായി ബാധിക്കുന്ന രോഗം. വളരെ അപൂർവമാണെങ്കിലും പിടിപെട്ടാൽ മരണം ഉറപ്പാക്കുന്ന ഒന്നുകൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. തലച്ചോറ് തിന്നുന്ന അമീബ എന്ന് വിളിപ്പേരുള്ള നൈഗ്ലറിയ ഫൗളറി എന്ന സൂക്ഷ്മജീവിയാണ് ഈ രോഗത്തിന് കാരണം. നൈഗ്ലറിയ ഫൗളറി എന്ന അമീബ സാധാരണയായി ചൂടുള്ള ശുദ്ധജലത്തിലാണ് കാണപ്പെടുന്നത്. ഉദാഹരണത്തിന് തടാകങ്ങൾ, നദികൾ, ചൂട് നീരുറവകൾ, മലിനമായ നീന്തൽക്കുളങ്ങൾ, വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന ചൂടുള്ള വെള്ളം, ശരിയായ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്ത വാട്ടർ ഹീറ്ററുകൾ, സ്വകാര്യ കിണറുകൾ, കുഴൽക്കിണറുകൾ ഇവിടങ്ങളിലെല്ലാം ഇവയുടെ സാന്നിധ്യമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. 25 ഡിഗ്രി സെൽഷ്യസിനും 46 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിലാണ് ഈ അമീബ ഏറ്റവും സജീവമായി വളരുന്നത്. അമീബിക് മെനിഞ്ചൈറ്റിസ് പിടിപെടുന്നതിനുള്ള ഏക മാർഗം ഈ അമീബ അടങ്ങിയ വെള്ളം മൂക്കിലൂടെ തലച്ചോറിലേക്ക് എത്തുക എന്നത് മാത്രമാണ്. വെള്ളം കുടിക്കുന്നത് കൊണ്ടോ അമീബ കലർന്ന വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ടോ സാധാരണയായി അണുബാധ ഉണ്ടാകില്ല. എന്നാൽ മൂക്കിലൂടെ ശക്തിയായി വെള്ളം കയറാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലാണ് ഇതിലെ അപകട സാധ്യത ഏറ്റവും കൂടുതൽ ഉയരുന്നത്. ഇങ്ങനെ പലവിധത്തിൽ മൂക്കിലൂടെ അകത്തേക്ക് കടക്കുന്ന അമീബ നേസൽ പാസേജിലൂടെ മരണത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാഡീവ്യൂഹത്തെയും മറികടന്ന് അതിവേഗം തലച്ചോറിലെത്തുകയും അവിടെ നാശമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അണുബാധയുണ്ടായി ഏകദേശം 1 മുതൽ 12 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. ആദ്യഘട്ടത്തിൽ തലവേദന, പനി, ഓക്കാനം, ഛർദി എന്നിവയൊക്കെയായിരിക്കും പ്രധാന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ സാധാരണ മെനിഞ്ചൈറ്റിസുമായി സാമ്യമുള്ളതിനാൽ തന്നെ രോഗനിർണയം പലപ്പോഴും വൈകാൻ സാധ്യത കൂടുതലാണ്. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് കഴുത്തുവേദന, വെളിച്ചം സഹിക്കാൻ പറ്റാതിരിക്കുക, ആശയക്കുഴപ്പം, ബോധക്ഷയം, അപസ്മാരം, മതിഭ്രമം തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം അനുഭവപ്പെടാം. ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഏകദേശം 5 ദിവസത്തിനുള്ളിൽ രോഗി മരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമീബിക് മെനിഞ്ചൈറ്റിസ് വളരെ അപൂർവമാണെങ്കിലും പ്രതിരോധിക്കുക എന്നതാണ് ഏറ്റവും മികച്ച വഴി. നേസൽ ഇറിഗേഷൻ സൂക്ഷിച്ചുപയോഗിക്കുക, നേരിട്ടുള്ള പൈപ്പ് വെള്ളം ഉപയോഗിക്കാതിരിക്കുക, ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കുക, ക്ലോറിനേഷൻ നിർബന്ധമാക്കുക എന്നിവയെല്ലാം പ്രതിരോധ മാർഗങ്ങളാണ്. വെയിലത്ത് ചൂട് പിടിച്ച ടാപ്പുകളിലും പൈപ്പുകളിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീബ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോകത്ത് ഓരോ വർഷവും ഏകദേശം 30 മുതൽ 40 വരെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അമേരിക്കയിൽ പോലും 1962 മുതൽ 2023 വരെ 157 കേസുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ മിക്കതിലും രോഗകാരണമായി പറയുന്നത് തടാകത്തിൽ മുങ്ങിക്കുളിച്ചതാണ്. വ്യക്തിപരമായ ശുചിത്വത്തിലും ജല ഉപയോഗത്തിലും ശ്രദ്ധ പുലർത്തിയാൽ തന്നെ ഈ മാരക അമീബയെ നമുക്ക് അകറ്റി നിർത്താം.